സഭാ വിഭാഗങ്ങളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾ പോയിരിക്കുന്നു. സഭാ വിശ്വാസങ്ങളിലേക്ക് വ്യത്യസ്തമായ ജീവിത തുറകളിൽ ആളുകൾ പ്രവർത്തിക്കുന്നു. ഒത്തിരി ആളുകൾ സമൂഹത്തിന്റെ ഉന്നതമായ നിലകളിൽ ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്നു. ഇതൊക്കെ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ചാരിതാർത്ഥ്യം സന്തോഷവും നൽകുന്ന ഘടകങ്ങളാണ്. അതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. അഭിവന്യ മത്താറിയോസ് തിരുമേനി എന്റെ എപ്പിസ്കോപ്പയാണ്. ഞാൻ കോട്ടയത്താണ്. ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പ്രസിഡന്റാണ് തിരുമേനി. ഞങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ട്. തിരുമേനിയുടെ അമ്മ ഈ കുടുംബത്തിലാണെന്ന് അറിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. മടങ്ങി ചെല്ലുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് തിരുമേനിയോട് പറയുന്നതുമാണ്. ഒരേ സമയത്ത് പാരമ്പര്യത്തിന്റെ ബന്ധങ്ങളുടെ എല്ലാ നൂലുകളും ശക്തമായി നിലനിർത്താൻ ശ്രമിക്കുന്നതോടൊപ്പം ഇപ്പൊ ഇവിടെ ഒരു വെബ്സൈറ്റ്, ഒരു അതേ സമയത്തുള്ള വേൾഡ് വൈഡ് ടെലികാസ്റ്റ് എന്നൊക്കെ പറയുന്നത് മോഡേണിറ്റിയുടെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഏറ്റവും അതിനൂതനമായ സങ്കേതങ്ങളും നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ്. ഒരേ സമയത്ത് പാരമ്പര്യവും അതേ സമയത്ത് സാങ്കേതികതയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം എന്ന നിലയിൽ നിങ്ങൾ ഒത്തിരി അഭിനന്ദനം അറിയിക്കുന്നു. എന്റെ കൗൺസിലിംഗിന്റെ ആമുഖം തന്നെ അങ്ങനെ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു പരമ്പരാഗത സമൂഹത്തിൽ വിവാഹം കഴിച്ച് ജീവിക്കുക എന്ന് പറയുന്നതിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ദമ്പതികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് ജീവിച്ചു പോകേണ്ട പാത വളരെ വ്യക്തമാണ്. അതിങ്ങനെ വരച്ച് കാട്ടി വെച്ചിരിക്കുകയാണ്. വെല്ലുവിളിച്ചനോട് എങ്ങനെയായിരിക്കണം, വെല്ലുവിളിച്ചയോട് എങ്ങനെയായിരിക്കണം, അമ്മാച്ചന്മാരോട് ഉപ്പാപ്പന്മാരോട് എങ്ങനെയായിരിക്കണം, അപ്പൻ വരുമ്പോൾ എന്ത് ചെയ്യണം, അമ്മ പറയുമ്പോൾ എന്ത് ചെയ്യണം, മൂത്ത ചേട്ടനെ എങ്ങനെ ആദരിക്കണം, ഇളയത്തിങ്ങളെ എങ്ങനെ കരുതണം, ഇതെല്ലാം സമൂഹം നമ്മുടെ മുമ്പിൽ വരച്ചു വെച്ചിരുന്ന ഒരു കാലമുണ്ട്. ഇതെല്ലാം ഞാൻ എന്റെ കുടുംബത്തിലും കണ്ടിട്ടുണ്ട്. എന്റെ വല്യപ്പച്ചന്റെ മുമ്പിൽ നിന്ന് വല്യമ്മച്ചി സംസാരിക്കത്തില്ല. അദ്ദേഹത്തിന് ഒരു ചാരുകസേരയുണ്ട്. അപ്പൊ അതിന്റെ പുറകിൽ നിന്ന് കേട്ടോ കേട്ടോ എന്ന് പറഞ്ഞാൽ വല്യമ്മച്ചി ഒരു കാര്യം അവതരിപ്പിക്കും. ഒരിക്കലും മുഖാമുഖം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ അപ്പൻ ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ. എന്റെ അപ്പന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു. അപ്പൻ ജോലിക്കാരനാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുമ്പോൾ അച്ചാച്ചന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. ഞങ്ങളൊക്കെ വളർന്നു വലുതായി കഴിഞ്ഞ് ചില കാര്യങ്ങൾക്ക് എന്റെ അപ്പൻ നോ പറയുമ്പോൾ ഞാൻ ഇച്ചിരി ശരിച്ചു പറയുമായിരുന്നു. ഉപ്പാപ്പന് ഇത്രയും വലുതായി, ഉപ്പാപ്പന് എന്റെ ഫാദറിനേക്കാൾ അറിവുണ്ട്, പിന്നെ എല്ലാ കാര്യത്തിൽ ഇങ്ങനെ നോ പറയുന്നതിന് അദ്ദേഹം ആഗ്രഹിച്ച് പറഞ്ഞ കാര്യമില്ല. എന്റെ അപ്പൻ നോ പറഞ്ഞ ഒരു കാര്യമില്ല ഉപ്പാപ്പൻ ചെയ്തിട്ടില്ല. അതാണ് അവരുടെ ഒരു തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു കാലത്ത് നമ്മുടെ സമൂഹം അങ്ങനെ വളരെ വ്യക്തമായ മാർഗരേഖകളിലൂടെ സഞ്ചരിച്ചു. വിവാഹം കഴിക്കുക, അതിനകത്ത് ചെറുക്കനും പെണ്ണിനും വളരെ കുറച്ച് തീരുമാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പച്ചൻ വാക്ക് കൊടുത്തു, അല്ലെ അമ്മാച്ചൻ പറഞ്ഞു, അതുകൊണ്ട് കെട്ടുക. പലരും കെട്ടിക്കഴിഞ്ഞാണ് പെണ്ണിനെ അടുത്തൊന്ന് കാണുന്നത്, സംസാരിക്കുന്നത്. കെട്ടുന്ന നേരത്ത് ഒത്തിരി പേരുടെ കൈയൊക്കെ വരയ്ക്കുമായിരുന്നു. കാര്യം ആദ്യമായിട്ട് ഈ കൊച്ചിനെ അടുത്ത് ഇങ്ങനെ കാണുന്നത്. എന്നാൽ ഇന്ന് സാഹചര്യങ്ങളെല്ലാം വളരെ വളരെ മാറിപ്പോയി. വ്യക്തി സ്വാതന്ത്ര്യം വളരെ വളർന്ന് അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് പോവുകയാണ്. കഴിഞ്ഞ ദിവസം കോട്ടയത്തു നിന്ന് എന്റെ വൈഫ് പറഞ്ഞു, കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകൊച്ച് അതിന്റെ കല്യാണം ആലോചിച്ചു വെച്ചിരിക്കുന്ന പയ്യനോടും 2-3 കൂട്ടുകാരോടും ചേർന്ന് വീട്ടിൽ വന്നു. ആലോചിച്ച് വെച്ചിട്ടേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല, ഉറപ്പുപോലും നടന്നിട്ടില്ല. അവർ ചെറുക്കന്റെ കൂട്ടുകാരും പെണ്ണും കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ വീട് വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അവധി. എന്റെ ഭാര്യ രഹസ്യമായിട്ട് ആ കൊച്ചിനെ ബെഡ്റൂമിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, യാതൊരു കാരണവശാലും ഹോട്ടലിലൊന്നും പോയി താമസിക്കില്ല, നീ ഇങ്ങനെ കല്യാണത്തിന് മുമ്പ് കറക്കാൻ പാടില്ലാത്തതാണ്. ഇതൊക്കെ പറയുമ്പോ ആ കൊച്ചിന് ശരിയാണ്. ഇതൊക്കെ ഏത് കാലത്തെ നിയമങ്ങളാണ് എന്നവര് ചിന്തിക്കുന്നു. വ്യക്തികൾക്ക് വലിയ വലിയ സ്വാതന്ത്ര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെച്ചു പോന്നിരുന്ന പല മാനദണ്ഡങ്ങളും ഇപ്പോ ഉണ്ടെന്ന് നമ്മൾ പറയുന്നെങ്കിൽ അങ്ങനെയൊന്നുമില്ല.
പല മാനദണ്ഡങ്ങളും പല പ്രതീക്ഷകളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പെക്ട് ചെയ്യാനോ കൊടുക്കാനോ വായിക്കാനോ ഒന്നും സാധിക്കാത്ത സാഹചര്യങ്ങളാണ്. സാംസ്കാരികമായി നമ്മളിപ്പം കുളവനാർ കുടുംബത്തിന് അതിൻ്റെതായ തനതായ ഒരു സംസ്കാരം ഉണ്ടെന്ന് അവകാശപ്പെടാം എങ്കിൽ പോലും ഇന്ന് ഇതിനകത്ത് ഇപ്പം ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകൾ 50 വയസ്സിന് മുകളിലുള്ളവരാണ്. 30 വയസ്സിന് താഴെയുള്ള ആളുകളെ ലോകമെമ്പാടും നിങ്ങളുടെ കുടുംബാംഗങ്ങളെ എടുത്തു നോക്കിയാൽ വിളവിടാൻ കുടുംബത്തിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പല പൈതൃകങ്ങളും അവർക്കില്ല എന്ന് കാണാൻ. നിങ്ങളുടെ കുടുംബം ഏതാണെന്ന് വെച്ചാൽ അതുപോലും അറിയാത്തവരും നിങ്ങളുടെ കുടുംബയോഗത്തിനുള്ളിൽ ഉണ്ടാവും. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ താമസിക്കുമ്പോൾ നമ്മളുടെ പ്രത്യേക അനുമതി കൂടാതെ തന്നെ സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് സംക്രമിക്കും. നമ്മുടെ സംസ്കാരങ്ങൾ മറ്റൊന്നായിരിക്കും. 50 വർഷത്തിന് മുമ്പ് ഈ പുത്തൻപീടികയിലോ ഓമല്ലൂരോ ജനിച്ചയാൾ അങ്ങേയറ്റം പത്തനംതിട്ട, ചിലര് കോട്ടയത്തോ ആലുവയിലോ വരെ പോയി വിദ്യാഭ്യാസം നടത്തുന്നു. ഈ പ്രദേശത്തൊക്കെയുള്ള ഒരു പെൺകൊച്ചിനെ കിട്ടുന്നു. അവർക്ക് ഇവിടെ കൊച്ചുങ്ങളുണ്ടാകുന്നു. ഇവിടെ അടുത്തുനിന്ന് അവർ വിവാഹം കഴിക്കുന്നു. ആ ആള് പ്രായമാകുമ്പോൾ മരിച്ച് ഏതെങ്കിലും ഒരു പള്ളിയിലൂടെ അടുത്തുള്ള പള്ളിയിൽ തന്നെ അടക്കുന്നു. ജനിക്കുമ്പോൾ തുടങ്ങി മരിക്കുന്നവരെ പത്തനംതിട്ടക്കാരനായി ഓമല്ലൂർക്കാരനായി നമ്മൾ ജീവിച്ചു മരിച്ചു. അതുകൊണ്ട് തന്നെ നമുക്കൊരു സംസ്കാരമുണ്ട്. ഞാൻ ചെങ്ങന്നൂർ സ്വദേശിയാണ്. ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു